ഹായ് കൂട്ടുകാരെ, നമുക്കിന്നൊരു മീൻ കറി വയ്ക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ: 1/2 കിലോ മീൻ. ഞാൻ എടുത്തിരിക്കുന്ന മീൻ ആവോലിയാണ്. ഒരു തക്കാളി, 4 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഒരു സവാള കൊത്തിയരിഞ്ഞത്, ഇച്ചിരി കറിവേപ്പില, തേങ്ങാപ്പാലിനാവശ്യമായ തേങ്ങ, 2 കഷ്ണം കുടംപുളി വെള്ളത്തിലിട്ടത്, കടുക്, മുളക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഉലുവാപ്പൊടി, ആവശ്യത്തിന് എണ്ണ. അടുപ്പ് കത്തിച്ച് ചട്ടി അടുപ്പിൽ വെച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണ ചേർത്ത് അത് ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് കടുക്, മുളക് എന്നിവ ഇടാം. കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് 3 വറ്റൽ മുളക് മുറിച്ചതിട്ട് അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഒരു സവാള കൊത്തിയരിഞ്ഞത് എന്നിവ ചേർക്കാം. അതൊന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞതും 4 പച്ചമുളക് നെടുകെ കീറിയതും ഇടുക. ഇട്ട് ആവശ്യത്തിന് ഉപ്പുമിട്ട് നന്നായിട്ട് ഇളക്കി വഴറ്റി എടുക്കുക. വാടിയ തക്കാളി, സവാള, പച്ചമുളകിലേക്ക് ഇനി നമുക്ക് മസാലകൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി 1/4 സ്പൂൺ, 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1/4 സ്പൂൺ ഉലുവാപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. മസാലയുടെ പച്ചമണം മാറുമ്പോഴത്തേക്കും അതിലേക്ക് 2-3 കുടംപുളി കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് കുതിർത്ത് വെള്ളത്തോടു കൂടി പുളി ചേർക്കുക. ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് ആവശ്യമായ വെള്ളവും കൂടി ചേർത്ത് ഇത് തിളപ്പിച്ചെടുക്കുക. തിളച്ചുകൊണ്ടിരിക്കുന്ന അരപ്പിലോട്ട് നമുക്ക് 1/2 കിലോ ആവോലി കഴുകി വൃത്തിയാക്കിയത് ചേർക്കാം. അതിനുശേഷം അത് അടച്ചു വെച്ച് നന്നായിട്ട് വേവിക്കുക. മീൻ വെന്ത് ചാറ് കുറുകി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് അരമുറി തേങ്ങയുടെ പാൽ ഒഴിക്കുക. തേങ്ങാപ്പാലും ഒഴിച്ച് കുറച്ച് കറിവേപ്പിലയും ഇട്ട് അടച്ച് വെച്ച് ചാറ് കുറുകുമ്പോൾ നമുക്ക് നല്ല ചൂട് കപ്പയോടുകൂടി ഉപയോഗിക്കാം. അങ്ങനെ നമ്മുടെ കുറുകിയ ചാറോടുകൂടിയ മീൻകറിയും കപ്പയും തയ്യാറായിരിക്കുകയാണ്. ഇനി നമുക്കിത് ഉപയോഗിക്കാം.